എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഫ്യൂഷൻ ടൈപ്പ് റെസിപ്പി ഉണ്ടാക്കാം. ഫ്യൂഷനോ കോംബോന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരിട്ടിട്ട് വിളിക്കാം. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഒരു പ്രത്യേക ടൈപ്പ് മസാലയൊക്കെ നമ്മൾ അരച്ചിട്ടാണ് ഇതിൽ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിക്കോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നേരത്തെ കാണിച്ച പോലെ തിന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലാച്ച ഇതുപോലെ തിക്കായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, നടുകറി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, പുളി കുറവുള്ള സൈസ് തക്കാളി എടുത്താൽ മതി. ഒരു മീഡിയം സൈസ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 10 അല്ലി കാഷ്യൂ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട 1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടുകടല നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പി സീഡ്സ് ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഷ്യൂ നമ്മൾ നേരത്തെ ഇട്ടില്ല, അതൊരു 4 പീസും കൂടെ കൂടുതൽ ചേർത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ഏലക്കായും 3 കഷ്ണം ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു സെൻറ്റിമീറ്ററൊക്കെ വലുപ്പത്തിലുള്ള കറുവാപ്പട്ട ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ പൊടിയണം കേട്ടോ. അപ്പോൾ കറുവാപ്പട്ടയും എല്ലാം ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞു വരണം. അതിനാണ് വെള്ളം തൊടാതെ ഇതുപോലെ ഒന്ന് 2 വട്ടം ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായി ഒന്ന് പൊടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അരയാൻ മാത്രമുള്ള വെള്ളം എത്ര ആവശ്യം വെച്ചാൽ അത്ര ഒഴിച്ച് കൊടുത്താൽ മതി. വല്ലാണ്ടിട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ അരച്ച് പേസ്റ്റ് ആവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കാനായിട്ട് മറക്കരുത്. ഇനി ഇതാ നമ്മളൊരു ചപ്പാത്തി സാധാരണ പോലെ തന്നെ കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളത് വല്ലാണ്ട് സോഫ്റ്റ് ആക്കിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കരുത്. സാധാരണ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പോലെ കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇനി കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. പല ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഒരു കുപ്പിയുടെ മൂടി, ചെറിയൊരു കുപ്പിയുടെ മൂടിയാണ് എടുത്തേക്കണത്. ഇതുപോലെ വട്ടനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചെടുക്കുക. ഇപ്പുറത്തുനിന്നും ഇപ്പുറത്തും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നല്ലൊരു മക്രോണിയുടെയൊക്കെ ഒരു ഷേപ്പായിരിക്കും കേട്ടോ. അത് നമ്മൾ ഗ്രേവിയിലിട്ടിട്ട് നമുക്ക് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഹോൾഡാക്കി വെച്ചാൽ അതിലേക്ക് നമുക്ക് ആ ഗ്രേവി കടന്ന് ചെല്ലുകയും ചെയ്യും ഉള്ളിലേക്ക്. അത് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ ഉണ്ടാക്കാം. കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കണം എന്ന് മാത്രം. വല്ലാണ്ട് ചെറിയ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യരുത്. വല്ലാണ്ട് ചെറിയതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് നമ്മൾ ഇട്ട് തിളപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് അലിഞ്ഞു പോകും. പിന്നെ സോഫ്റ്റ് ആക്കാനും പാടില്ല നമ്മുടെ ചപ്പാത്തിയുടെ മാവ്. അപ്പോഴും അത് വല്ലാണ്ടിട്ട് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് അങ്ങനെ അലിഞ്ഞു പോകും ആ ഗ്രേവിയിലേക്ക്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. 3-4 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും. ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഷേപ്പാക്കി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഷേപ്പാക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഡയമണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും. അതും വലിയ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്ന് മാത്രം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിക്കുക. അപ്പോൾ നമ്മൾ പ്ലെയിൻ സാലനൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിലേക്ക് ഇട്ടിട്ടാണ് ഇത് വേവിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു തക്കോലം, ഒരു വഴനലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും നടുകറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വളരെ ചെറിയ സൈസ് സവാള എടുത്താൽ മതി കേട്ടോ. ഒന്ന് കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് നടുവേണിയെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കനം കുറച്ച് അരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പുതിനയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് മല്ലിയില ഒന്ന് നന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം, ഒരു പിടി. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ, അധികം പുളി ഇല്ലാത്ത ടൈപ്പ് മതിയിട്ട് തക്കാളി, അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്ത് ഒന്ന് മാറി സവാളയൊക്കെ ഒന്ന് വഴന്ന് സോഫ്റ്റായി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് ചേർത്ത് 1/2 ടീസ്പൂണിൻ്റെ താഴെ കണ്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മുടെ ഒപ്പം തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ വെള്ളം ചുറ്റിച്ചിട്ട് ഇപ്പോൾ ഒഴിക്കണ്ട കേട്ടോ, അതൊന്ന് മാറ്റി വയ്ക്കുക. അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ആ അരപ്പിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി മസാലയുടെയൊക്കെ ഒരു മണമൊക്കെ ഒന്ന് പൊന്തി വരുന്ന സമയം വരെ. അപ്പോൾ തക്കാളിയൊക്കെ അതിലിട്ടിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ആ പേസ്റ്റിൻ്റെയും മസാലകളുടെയൊക്കെ ഒരു നല്ലൊരു മണം വരുന്ന വരെ ഒന്ന് വഴറ്റി, എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ അതായത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സവാള വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതായിരിക്കും ടേസ്റ്റ്. ഞാൻ വേറെ ടൈപ്പ് ആദ്യം ഉണ്ടാക്കിയത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് കട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഇപ്പം ഉണ്ടാക്കണത് നമ്മൾ തിന്നായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അത് വഴന്നു വന്നപ്പോൾ അതിലേക്ക് ആ മിക്സി ജാറിലുള്ള വെള്ളം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു. നല്ലോണം ലൂസാക്കട്ടെ. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് കട്ടിയായി വരുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിലത്തെ ആ മസാല നമ്മൾ ചേർത്ത അതിൽ ആ തക്കോലും പിന്നെ ആ വഴനലയും കൂടെ ഒന്ന് ഞാൻ മാറ്റി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഇനി പണി കഴിഞ്ഞ ആവശ്യമില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് എന്തായാലും ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിള വരുമ്പോഴാണ് അതിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം വരിക, പിന്നെ അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരും. ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മക്രോണി, നമ്മുടെ ഇൻസ്റ്റൻറ്റ് മക്രോണി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചെറുതാക്കി പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വല്ലാണ്ട് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അതിൽ തന്നെ കിടന്നിട്ട്. എന്നിട്ട് നന്നായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കുക. അത്ര വേണ്ട, 5 മിനിറ്റൊക്കെ മതിയാവും. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മക്രോണി ഗ്രേവി സ്റ്റൈൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് തിക്കായിട്ട് ഇതാണ് ആദ്യം ഉണ്ടാക്കി നോക്കിയത്. തിക്കായിട്ടാണ് വന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് തിക്കായിട്ട് തന്നെ കിട്ടും, വല്ലാണ്ട് ലൂസാക്കിയില്ല എന്ന് മാത്രം. പിന്നെ അതിൽ സവാള കൂടുതലായിരുന്നു അന്നിട്ടപ്പോൾ. ഒന്ന് മീഡിയം സൈസ് സവാളയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കാട്ടും കുറച്ച് കൂടി നന്നായിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടത്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് സവാള അധികം കുറച്ചിട്ട് ഉള്ളതാണ് ഇഷ്ടമായത്. പിന്നെ ഇത്തിരി തിന്നായിട്ട് ഉണ്ടാക്കിയതാണ് ഇഷ്ടമായത്. അപ്പോൾ ഏത് ടൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.